നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ വഞ്ചന എനിക്ക് സഹിക്കാൻ പറ്റില്ല. മരിച്ചേക്കാം. ഇത് വേണ്ട. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാ. ഇത് കഴിച്ചെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചേക്കാം. മൈഥിലി, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? മരുന്ന് കഴിക്കാൻ. മരുന്ന് കഴിക്കാനോ? അതെ. താഴത്തേക്ക് വാ. അവിടെ ഒരു ചടങ്ങ് നടക്കല്ലേ? ഇവിടെ പ്രതികൂലങ്ങൾ പലതും ഉണ്ടായിട്ടും ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായി നടന്നു. കുടുംബക്ഷേത്രത്തിലെ സാക്ഷാൽ ദുർഗാദേവിയല്ലേ ചെമ്പകമംഗലത്തെ കാത്തുരക്ഷിക്കുന്നത്. ഇങ്ങോട്ടൊരു കൊടുങ്കാറ്റ് പോലെ ഏക്കില്ല. എന്തായാലും കപ്പിത്താനും പാസഞ്ചേഴ്സും അറിയാത്ത ഒരു കള്ളൻ ഈ കപ്പലിനകത്തുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയ ആ കള്ളനെ പിടികൂടാം. ആ കള്ളൻ എന്തായാലും അത്ര ചെറിയ കക്ഷിയൊന്നുമല്ല. അതിബുദ്ധിമാനായ കള്ളന്. എന്റെ അനന്തരവൻ ACP ആയതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? അവന് നാട്ടിലെ കാര്യമല്ലാതെ വീട്ടിലെ കുറ്റാന്വേഷണം നടത്താൻ നേരമുണ്ടോ? അതും നേരെ. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. പലപ്പോഴും പിന്മാറണമെന്ന് തോന്നിയതാ. നീ ബ്ലാക്ക് മെയിൽ ഒന്ന് പേടിച്ചിട്ടൊന്നുമല്ല. ഏറ്റാൽ ഏറ്റ കാര്യം ചെയ്യണം. അത് ഞാൻ ചെയ്തു. ഇനി നീ നിന്റെ കാമുകയും വിളിച്ചോണ്ട് സ്ഥലം വിടാൻ നോക്ക്. നീ എന്ത് അവിവേകമായി ഇതിൽ കാണിച്ച? ഞാൻ വരെ ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? എനിക്ക് നിന്നെ നഷ്ടപ്പെടുമായിരുന്നില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവോ? ഞാൻ എങ്ങനെ ജീവിക്കും?
ഒരു ജീവനാണോ ഇല്ലാതാവാൻ പോകുന്നത്? 2 ജീവനല്ല. നീ മരിച്ച ഇവരെന്നെ വെറുതെ വിടൂ? അവരെല്ലാവരും കൂടി ഓടിച്ചിട്ട് എന്നെ തല്ലി കൊല്ലില്ലേ? നോക്കു മൈഥിലി, നീ എന്തിനാ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയും സംശയിക്കുകയൊക്കെ ചെയ്യുന്നത്? എടോ, നീ എന്നും എന്റേതല്ലേ? ഞാൻ നിന്നെ വഞ്ചിക്കൂ? അങ്ങനെ വഞ്ചിച്ചാ എനിക്കെങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? മൈഥിലി, എടോ, നീ ഇങ്ങനെ കരയാതെ. നോക്കൂ മൈഥിലി, മൈഥിലി, ഞാനില്ലേ നിന്റെ കൂടെ? ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. നീ എന്റേതാ, എന്റേത് മാത്രം. ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അയ്യോ, ഓ, ഇതാണല്ലേ നിന്റെ കാമുകി? ഈ ചതിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. വെറുതെ വിടില്ല രണ്ടിനെയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.